46 വർഷത്തെ കാത്തിരിപ്പിന് അവസാനം ദേശീയപാത ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. യാ മോനെ, എല്ലാം സെറ്റ്. ഈ വാർത്ത നമ്മുടെ ഏഷ്യാനെറ്റ് കുറച്ച് മുന്നേ, ഞാനിത് കാണുന്നത് ഒരു 10 മിനിറ്റ് മുമ്പാണ് കേട്ടോ. ഇന്ന് 1 മണിക്കൂർ മുമ്പ് ഏഷ്യാനെറ്റ് പോസ്റ്റ് ചെയ്തൊരു വാർത്തയാണ്. മനോഹരമായ ഒരു വീഡിയോ. തലശ്ശേരി മാഹി ബൈപ്പാസിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അതായത് 4 വലിയ പാലങ്ങൾ, 21 അടിപ്പാതകൾ, റെയിൽവേ മേൽപ്പാലം, അങ്ങനെ അത്യാധുനികമായിട്ടുള്ള ഒരു 6 വരി റോഡ് 46 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാണ്ട് 18.6 കിലോമീറ്റർ നീളമുള്ള ഒരു ബൈപ്പാസ് ആണിത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 1977 ഈ ഒരു ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയത് കേട്ടോ. 77 തുടങ്ങിയിട്ട്, കാരണം ഇത് ഏറ്റെടുക്കണമല്ലോ, ഓരോ ദിവസവും ഓരോ ഇഞ്ച് സ്ഥലം വെച്ചാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ എടുത്തെടുത്ത് ഇത് 2018 വരെ ഏറ്റെടുത്തു. 2018 മോദി ഗവൺമെന്റാണ് ഇത് നിർമ്മിക്കാനുള്ള, ഈ പാത യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത്. ദോഷം പറയരുത്, കേരളത്തിലെ സർക്കാർ, നിലവിലെ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. എന്നിരുന്നാലും ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും കേന്ദ്ര സർക്കാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1977 വെച്ച് തുടങ്ങിയൊരു പദ്ധതി ഇത് 46 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ പദ്ധതി 77 തുടങ്ങിയെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആദ്യ ചിന്തയൊക്കെ, അതായത് സ്ഥലം ഏറ്റെടുക്കലാണ് കേട്ടോ 77 തുടങ്ങിയത്, അതിനെക്കുറിച്ചുള്ള ആദ്യ ചിന്ത തുടങ്ങിയത് നെഹ്റു ആയിരിക്കും. പിന്നീട് വന്ന പലരും ചിന്തിച്ചു, രാജീവ് ഗാന്ധി ചിന്തിച്ചു, ഇന്ദിരാഗാന്ധി ചിന്തിച്ചു, അങ്ങനെ ചിന്തിച്ച് മൻമോഹൻ സിംഗും ചിന്തിച്ചു. പക്ഷെ ഒടുവിൽ നരേന്ദ്രമോദി വന്നപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് നടപ്പിലാക്കി കളയാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. നിതിൻ ഗഡ്കരി വളരെ മികച്ചൊരു കേന്ദ്രമന്ത്രിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ റോഡ് ഗതാഗതത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ മോദിക്കൊപ്പം വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ് നിതിൻ ഗഡ്കരി. എത്ര മനോഹരമായിട്ടാണ് ഈ റോഡൊക്കെ പണിതിരിക്കുന്നത് നോക്കൂ. ഈ പദ്ധതിക്കായിട്ട് ഏകദേശം 85.5 ഏക്കർ സ്ഥലം വരെ ഏറ്റെടുത്തു. അവിടെയാണ് ഞാൻ സംസ്ഥാന സർക്കാരിനെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത്. സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയൊക്കെ ദ്രുതഗതിയിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. കാരണം വികസനം വേണ്ട നമ്മുടെ നാടിനാണ്. അപ്പോൾ അത് കൊണ്ടുവരിക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെ ചെയ്യാൻ പറ്റൂ. പക്ഷെ അവർക്ക് അതിനു വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നത് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഷനുണ്ട്, രാജ്യമൊട്ടാകെ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഗതാഗത സംവിധാനവും കണക്ടിവിറ്റി. അപ്പോൾ അതിനൊപ്പം നിൽക്കാൻ സംസ്ഥാന സർക്കാർ ഈ അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ശ്രമിക്കുന്നു എന്നത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. 45 മീറ്റർ വീതിയിലാണ് ഈ ഒരു റോഡ് പണിതിരിക്കുന്നത്. നമ്മൾ ഒരു 10 വർഷം മുമ്പൊക്കെ ഇത്തരം റോഡൊക്കെ കേരളത്തിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അല്ലേ? കാരണം നടക്കില്ല എന്ന് നമുക്ക് അറിയായിരുന്നു. ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ബൈപ്പാസ് റോഡൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് കേരളത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ അത് യാഥാർത്ഥ്യമാകാൻ വളരെ കുറച്ച് വർഷങ്ങളുണ്ട്. 2018 ഇത് തുടങ്ങിയത്. നോക്കൂ, അതിൻ്റെ ഇടയിൽ 2020, 21, 22 കോവിഡിൻ്റെ പിടിയിലായിരുന്നു. എന്നിട്ടും നമുക്ക് ഈ പദ്ധതി എന്തായാലും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ടൊക്കെ മാത്രം തീരാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്, പ്രത്യേകിച്ച് കോവിഡിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ. അതിവേഗത്തിൽ ഇത് പൂർത്തിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 6 വരി പാതയിലൂടെ 20 മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ എത്താമെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സോ ഇനി ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കും. ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള കമൻറ്റ് ബോക്സ്. കേരളീയർക്ക് ദേശീയ നിലവാരത്തിലുള്ള റോഡുകൾ കാണിച്ചു തന്ന BJP സർക്കാരിന് അഭിവാദ്യങ്ങൾ. 230 ലൈക്കുകൾ വരെ കിട്ടിയ ഒരു കമൻറ്റാണ്. നിതിൻ ഗഡ്കരി മോദി എന്ന് പറഞ്ഞിട്ടൊരു ലവ് സൈൻ കൊടുത്തിട്ടുണ്ട്. 46 വർഷത്തെ കാത്തിരിപ്പ്, എത്ര ഗവൺമെൻറ് ഇതിനുള്ളിൽ മാറി മാറി ഭരിച്ചു. BJP സർക്കാർ വന്നതിന് ശേഷം റോഡ് വികസനവും റെയിൽവേ വികസനവും വളരെ വേഗത്തിൽ തന്നെയാണ്. കൊള്ളാവുന്നുള്ള കമൻറ്റുകൾ മാത്രം വായിച്ചു പോകുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ 46 വർഷത്തിന് ശേഷം മോദി സർക്കാർ പണിത് കൊടുത്ത ഈ റോഡിനെ പറ്റി, കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല. കേരളത്തിലെ മലയാളി പോട്ടെ, മലയാളികൾക്ക് മനസ്സിലായില്ല. 46 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ടും കിട്ടാത്തത് മോദി 10 കൊല്ലം ഭരിച്ചപ്പോൾ കിട്ടിയതാണ് മോദി. എന്നാലും അന്തി ചർച്ചയിലും മോദിയെ കുറ്റം പറയും എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ 100% ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. നിതിൻ ഗഡ്കരി മോദിജി എന്ന് പറഞ്ഞിട്ട് ഫയറും ലവും ഒക്കെ കുറെ പേര് ഇട്ടിട്ടുണ്ട്. ഗവൺമെന്റ് അതുപോലെ നിതിൻ ഗഡ്കരി, നരേന്ദ്രമോദി, ഒരുപാട് കമന്റുകൾ കേന്ദ്ര സർക്കാരിനെയും നിതിൻ ഗഡ്കരിയെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ടാണ്, മോദിയെ അനുകൂലിച്ചുകൊണ്ടാണ്. മോദിയുടെ ഗ്യാരണ്ടി, മോഡിഫൈഡ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ഞാനത് ഒഴിവാക്കുകയാണ്. കാരണം നമ്മളെ നാട് വികസിക്കണമെന്നേ ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും നമുക്കതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട് നന്നാവണം, നാട്ടിൽ ഡെവലപ്മെന്റ്സ് വരണം, അതാണ് നമ്മുടെ ആത്യന്തികമായ ഗോൾ. എന്തായാലും വളരെ സന്തോഷം, ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സോ ദേശീയപാതയും അനുബന്ധമായി ഇത്തരം ബൈപ്പാസുകളെല്ലാം പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നമ്മൾ വിചാരിക്കാത്തത്ര ഒരു ഡെവലപ്മെന്റ്സ് വരും. സംസ്ഥാന ഗവൺമെന്റിന് വലിയ അവസരമാണ് ഇത് തുറന്നിടുന്നത്. കേരളത്തെ വേറെ ലെവലിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ നാടും ഒരുപക്ഷെ വേറെ ലെവലാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.